Hi, welcome back to Knowledge Vlogger and പേര് സ്റ്റെഫി. If derivative of f of x is equal to 4x cube minus 3 by x raised to 4 such that f of 2 is equal to 0, then f of x is. അവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ സി ആയിരുന്നു ഈ ഓപ്ഷൻ ആയിട്ട് എഴുതുന്നത്. അപ്പോൾ സി ആയിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എഫ് ഓഫ് 2 0 ആണെന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുക. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് കാണാൻ എന്ത് ചെയ്യണം? അതിന്റെ ആന്റി ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടത്തില്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് കാണാൻ എന്ത് ചെയ്യണം? ആന്റി ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഇന്റഗ്രൽ കാണണം. ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രൽ കാണുമ്പോൾ റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ കാണും. അപ്പൊ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 4x ക്യൂബ് മൈനസ് 3 by x raised to 4 dx. ഇങ്ങനെ വരും. എന്ത് ചെയ്യാം? നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇന്റഗ്രൽ ഓഫ് 4x ക്യൂബ് dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 3. നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴെ കിടക്കുന്ന എക്സ് റേസ് ടു 4നെ മുകളിൽ കൊണ്ടുവരുമ്പോൾ എന്ത് വരും? പവറും നെഗറ്റീവ് ആവും അല്ലെ? എക്സ് റേസ് ടു -4 dx എന്ന് വരും. ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം. ഇസിക്വൽ ടു 4 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 3 dx മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു -4 dx. ഇങ്ങനല്ലേ വരുന്നേ? ആണല്ലോ. അപ്പൊ നോക്കാം എന്ത് ചെയ്യാം. എക്സ് റേസ് ടു n എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു n+1 by n+1. അതായത് ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? അപ്പം എക്സ് റേസ് ടു 3+1 by 3+1 മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു, ഇവിടെ എൻ്റെ പ്ലേസിൽ ആരാ? -4 അല്ലേ? അപ്പൊ എക്സ് റേസ് ടു -4 + 1 by -4 + 1 പ്ലസ് സി ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ, അതായത് 4 ഇൻറ്റു എക്സ് റേസ് ടു 3+1 4 by 4 മൈനസ് 3 ഇൻറ്റു എന്താണ്? -4 + 1 ഡിഫറൻറ്റ് സൈൻ അല്ലേ? 4ന്റെ 1ന്റെ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. 4ന്റെ 1ന്റെ ഡിഫറൻസ് ഗ്രേറ്റർ നമ്പർ 4 ആണ്. 4ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് 3ക്ക് എന്തിടണം? നെഗറ്റീവ് സൈൻ ഇടണം. പ്ലസ് സി. ഓക്കെ, എന്ത് ചെയ്യാം? ഈ 4ഉം 4ഉം ക്യാൻസൽ ആയി പോവും. ഇവിടെ ഒരു -3 അല്ലേ? മുകളിലും നെഗറ്റീവ്. ആ നെഗറ്റീവ് നമുക്ക് മുകളിൽ എടുത്താൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും. 3 ക്യാൻസൽ ആയി പോവും. ഇപ്പൊ എന്ത് വരും നോക്കാം. എക്സ് റേസ് ടു 4, അവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആയല്ലേ? 3x റേസ് ടു -3 പ്ലസ് സി. ഇങ്ങനെയല്ലേ വന്നേ? നോക്കിക്കേ, 3 ക്യാൻസൽ ആയി പോവും അല്ലേ? 3 ഇല്ല. ഓക്കെ, അതായത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു -3 പ്ലസ് സി എന്ന് വന്നു. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ ഇപ്പോൾ വന്നത്. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 4 പ്ലസ് 1 by എക്സ് റേസ് ടു 3 പ്ലസ് സി എന്ന് എഴുതാം. ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ കിട്ടിയ എഫ് ഓഫ് എക്സ്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇവിടെ ഒരു സിയുടെ വാല്യൂ കൂടെ നമുക്ക് അറിഞ്ഞാലേ കറക്റ്റ് എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാൻ പറ്റൂ. അതിനാണ് അവർ തന്നിരിക്കുന്നത് എഫ് ഓഫ് 2 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? 0 ആണ് തന്നിട്ടുണ്ട്. അത് നമുക്കപ്പോൾ അതായത് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സിന്റെ പ്ലേസിലെല്ലാം എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. എഫ് ഓഫ് 2 0 ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ആണല്ലേ ഇത്? അപ്പം എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇട്ടു. അതായത് 2 റേസ് ടു 4 പ്ലസ് 1 by 2 raised to 3 plus c equal to 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 raised to 4 എന്ന് പറയുന്നത് എന്താണ്? 2 into 2 4, 4 into 2 8, 8 into 2 16. അപ്പോൾ 16 plus 1 by 2 raised to 3, 2 into 2 4, 4 into 2 8 plus c is equal to 0. നോക്കിയേ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്ക്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 16 into 8, 8 6 are 48 വരും. 8 + 4, അതായത് 128 plus 1 by 8 plus c is equal to 0 എന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത്. അതായത് എന്ത് വരും? 129 by 8 plus c is equal to 0. അതായത് c എന്തെന്ന് വരും? c എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 129 by 8 ഈക്വലിന്റെ അപ്പുറത്ത് കൊണ്ടു, അതായത് -129 by 8 എന്ന് കിട്ടും. സിയുടെ വാല്യൂ എന്ത് കിട്ടി? -129 by 8.
അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് റേസ് ടു 4 പ്ലസ് 1/x3 പ്ലസ് സി. സിയുടെ വാല്യൂ ഇപ്പം എന്ത് കിട്ടി? -129/8 എന്ന് കിട്ടി. അതായത് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 1/x3 മൈനസ് 129/8. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.